പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത അത്ര വലിയൊരു വിധി CPM-നും ഇടതുപക്ഷത്തിനുമെതിരെ ജനങ്ങൾ കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കേരളത്തിൽ കഴിഞ്ഞു പോയത്. UDF-ന് ഇതിനു മുമ്പ് 2001 99 സീറ്റാണ് ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 2026 102 സീറ്റാണ് ലഭിച്ചിട്ടുള്ളത്. അതിഭീകരമായിട്ടുള്ള ഒരു തിരിച്ചടി. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. അത് ഇനിയിപ്പം ഓരോന്നോരോന്നായി അതെടുത്ത് ചർച്ച ചെയ്യണം എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. സുഹൃത്തുക്കളെ, എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ പരാജയത്തിന് കാരണക്കാരൻ ഏതാണ്ട് ഒരു 80% പിണറായി വിജയനാണ് എന്നതിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. CPM-നൊഴിച്ച്. CPM പറയുന്നത് പിണറായി വിജയൻ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ പാടില്ല, പാർട്ടിയാണ് അതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ CPM പറയുന്നത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം ഒരു 80% ഉത്തരവാദിത്വം പിണറായി വിജയൻ തന്നെയാണ്. 20% ഉത്തരവാദിത്വം ഗോവിന്ദനും, MP ഗോവിന്ദനും. അത് ആരും സംശയം. സുഹൃത്തുക്കളെ, എനിക്ക് ഇന്നെൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പിണറായി വിജയൻ ഇത്രയും വലിയൊരു ചരിത്രപരമായ പരാജയത്തിലേക്ക് നയിച്ച പിണറായി വിജയൻ്റെ ഒരു തലച്ചോറ്, ഒരു ബുദ്ധി കേന്ദ്രമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ ഈ കഴിഞ്ഞ ദിവസം താൻ വഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനം രാജിവെച്ച് ആ ഉദ്യോഗസ്ഥൻ പോയിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെ തുറുങ്കിലടയ്ക്കാൻ, ആ ഉദ്യോഗസ്ഥനെ അഴിയെണ്ണിക്കാൻ പുതിയ UDF സർക്കാർ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ഉദ്യോഗസ്ഥനായിരുന്നു പിണറായി വിജയൻ്റെ ബുദ്ധികേന്ദ്രം, പിണറായി വിജയൻ്റെ തലച്ചോറ്. ആ ഉദ്യോഗസ്ഥനായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു ഭരണഘടനാതീത അധികാര കേന്ദ്രം. ശരിക്കും പിണറായി വിജയനെ പോലും നിയന്ത്രിച്ചിരുന്ന ആ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയുമ്പോൾ ആ പിണറായി വിജയൻ എല്ലാ മന്ത്രിമാരെക്കാളും മുകളിലായിരുന്നു. ആ ഉദ്യോഗസ്ഥന് പിണറായി വിജയൻ ക്യാബിനറ്റ് റാങ്കും നൽകി ആദരിച്ചിരുന്നു. അതിഭീകരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഭീകരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ പല ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഇയാളുടെ മുമ്പിൽ ആരുമല്ല. ആ ഉദ്യോഗസ്ഥൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇരുന്ന ഒരു സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പുറത്തേക്ക് പോയി. ആ ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ നടത്തിയ കൊള്ളകളുടെയെല്ലാം പുറകിൽ, ആ കൊള്ളകളുടെയെല്ലാം പുറകിൽ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് ആ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും അടുത്ത സർക്കാർ വെറുതെ വിടാൻ പാടില്ല. അടുത്ത സർക്കാർ അയാളെ വെറുതെ വിടാൻ ശ്രമിച്ചാൽ അതിശക്തമായിട്ടുള്ള രോഷവും പ്രതിഷേധവും ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഞാൻ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് പറയാം. ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ഡോക്ടർ KM എബ്രഹാം. അതിബുദ്ധിശാലി ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് KM എബ്രഹാം. അയാൾ 982 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. 982 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥൻ. അയാൾ റിട്ടയർ ചെയ്തിട്ട് എനിക്കൊന്ന് ഒരു പതിറ്റാണ്ട് മറ്റേ കഴിഞ്ഞു. എന്നാൽ ആ ഒരു പതിറ്റാണ്ട് കാലത്ത് അദ്ദേഹം ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ടൊരു 5ഓളം സ്ഥാനങ്ങൾ അയാൾ വഹിച്ചിരുന്നു എന്നാണ്. ആ സർക്കാരിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയേക്കാൾ പോലും സ്ഥാനം അയാൾക്കുണ്ടോ എന്ന് നമുക്ക് തോന്നിയാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലാണ് അയാൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്ത് അയാൾ വിരാജിച്ചിരുന്നത്. അയാൾക്ക് കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ. ഓരോ വർഷവും ഒരു 10,000 കോടി രൂപ ചെലവഴിക്കുന്ന കിഫ്ബിയുടെ മേധാവി അയാളായിരുന്നു. അതുപോലെ തന്നെ KDISC എന്ന് പറഞ്ഞ IT മേഖലയിൽ വേറൊരു സ്ഥാപനമുണ്ടായിരുന്നു, അതിൻ്റെ അധ്യക്ഷൻ ഇയാളായിരുന്നു. 3 അയാൾ ധനകാര്യ പ്ലാനിംഗ് വകുപ്പുകളിലെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ അയാൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ അയാൾക്ക് ക്യാബിനറ്റ് റാങ്കും ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കണം, 5 സ്ഥാനങ്ങളാണ് ഈ ഭരണഘടനാതീത അധികാര കേന്ദ്രമായിട്ടുള്ള ഈ ഡോക്ടർ KM എബ്രഹാം കഴിഞ്ഞ 10 വർഷക്കാലമായി അയാൾ
പിന്നെ കൊണ്ടു നടന്നിരുന്നത്. അയാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1982 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ വഹിച്ചിരുന്ന സ്ഥാനങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അയാൾ അതിബുദ്ധിമാനാണ്. അയാൾ ഈ പദവിയിലൊക്കെ ഇരുന്നിട്ട് CPM അനുകൂലമായിട്ടുള്ള നയങ്ങളും നടപടികളും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ വലിയ വൈഭവമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. യഥാർത്ഥത്തിൽ അയാൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആ സർക്കാരിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി ഇരുന്നു കൊണ്ട് ഭാവിയിൽ CPM നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്റാണ് വരാൻ പോകുന്നത് എന്ന് കണ്ടുകൊണ്ട് CPMനെ സുഖിപ്പിക്കുന്ന നിലപാടുകൾ, നടപടികൾ അയാൾ ഉമ്മൻചാണ്ടി സർക്കാരിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയി ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹം ആരംഭിച്ചിരുന്നു. അതിൽ അദ്ദേഹം ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിന് വേണ്ടപ്പെട്ട TN സീമ എന്ന് പറഞ്ഞിട്ടൊരു വനിത, അവരന്ന് എന്തോ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന ഒരു ഭാരവാഹിയായിരുന്നു. അവർ ഒരു സ്ത്രീ പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഗവേഷണ സംവിധാനം നടപ്പിലാക്കിയിരുന്നു. ആ സ്ഥാപനത്തിൽ കൗമാരക്കാരികളുടെ മാനസിക പ്രശ്നങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തോമസ് ഐസക്കിന് വേണ്ടപ്പെട്ട, അന്ന് തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയല്ല, തോമസ് ഐസക് എന്ന പ്രതിപക്ഷത്താണല്ലോ, MLA ആണ്. ആ തോമസ് ഐസക്കിന് വേണ്ടപ്പെട്ട ഈ TM സീമ എന്ന് പറഞ്ഞിട്ടുള്ള വനിതയ്ക്ക് അവർ നേതൃത്വം കൊടുക്കുന്ന സ്ത്രീ പഠന കേന്ദ്രത്തിന് കൗമാരക്കാരികളുടെ വിഷയങ്ങൾ പഠിക്കാൻ എന്ന പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ ഈ KM എബ്രഹാം 90 ലക്ഷം രൂപ അനുവദിച്ചു. 90 ലക്ഷം രൂപ. ഓർത്ത് നോക്കിക്കോണം. അന്ന് പ്രതിപക്ഷത്തിരുന്ന ഒരു സ്ത്രീയുടെ ഒരു ഗവേഷണ സ്ഥാപനത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിൽ ഉന്നത ഉദ്യോഗസ്ഥനായി ഇരിക്കുമ്പോൾ ഇയാൾ 90 ലക്ഷം രൂപ അനുവദിച്ചു. ഇത് ഈ പറഞ്ഞ പോലെ കൗമാരക്കാരികളുടെ വിഷയങ്ങൾ പഠിക്കാൻ എന്നുള്ള, അവരുടെ മാനസിക പ്രശ്നങ്ങൾ പഠിക്കാനെന്നാണ് പറഞ്ഞിട്ടാണ് കൊടുത്തത്. എങ്കിൽ പോലും അത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ആണ് കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഒരു 40 ലക്ഷം കൂടെ കൊടുക്കാൻ ഇയാൾ തീരുമാനിച്ചു. പക്ഷേ ആ സമയത്ത് അത് ഉമ്മൻചാണ്ടി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറിയുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 40 ലക്ഷവും കൂടി ഇയാൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇയാളുടെ അതിബുദ്ധി കാരണം ഇയാൾ ഇടതുപക്ഷ സർക്കാർ വരുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ UDF സർക്കാരിൽ ഇരുന്നു കൊണ്ട് ഈ TN സീമയുടെ ഈ സംഘടനയെ സഹായിച്ചു. അത് പിന്നീട് രണ്ടാമതൊന്നുകൂടെ കൊടുക്കാൻ പോയപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അത് മനസ്സിലാക്കി അത് തടഞ്ഞു. ഇനി ഇയാൾ വേറൊരെണ്ണം ചെയ്തതെന്താണെന്നറിയാമോ? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് വേറെ ദീർഘമായ വീഡിയോകൾ ചെയ്യാനുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാരിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ അഴിമതി, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയ ഒരു സംവിധാനമാണ് ഇവർ. അവരെക്കുറിച്ച് വേറെ വീഡിയോകൾ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇയാൾ എന്ത് ചെയ്തു? സർക്കാരിൽ പ്രത്യേക സ്ഥാനവും പ്രത്യേക ടേംസും നൽകിക്കൊണ്ട് സർക്കാർ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിനുള്ള ഏജൻസിക്കുള്ള നിയമനം അയാൾ തരപ്പെടുത്തി കൊടുത്തു. അയാൾ എന്താ ചെയ്തത്? കേന്ദ്ര PWD നോട്ടിഫൈ ചെയ്യുന്ന ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കാനും മുൻകൈ എടുത്തത് ഈ KM എബ്രഹാമാണ്. അപ്പോൾ ഇതിലൂടെ എന്താ ചെയ്തത്? ഇതിലൂടെ 10% എസ്റ്റിമേറ്റഡ് പ്രിഫറൻസും 20% ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റുകളിൽ നിന്നുള്ള അധിക സാമ്പത്തിക നേട്ടവും കൂടി കണക്കിലെടുത്ത് ഏതാണ്ട് 10,000 കോടി രൂപയുടെ പ്രവർത്തികൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന നടപടി UDF സർക്കാരിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ ഈ KM എബ്രഹാം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചെയ്തു കൊടുത്തു. അതിലൂടെ എന്ത് സംഭവിച്ചു? 30% ലാഭവീതം കിട്ടിയിരുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഈ പ്രവർത്തികൾ അവരെന്ത് ചെയ്തു? ഉപകരാറുകളായി മറിച്ചു നൽകുകയും അതിലേതാണ്ട് 20% തുക പിണറായി വിജയനും CPMനും വീതിച്ചു നൽകി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അത് അടുത്ത UDF സർക്കാർ വന്ന് അന്വേഷിക്കുമ്പോൾ അത് പുറത്തു വരും. അപ്പം ഇയാൾ UDF സർക്കാരിൻ്റെ ഭാഗമായി ഇരുന്നപ്പോൾ തന്നെ പിന്നീട് LDF സർക്കാർ വരുമ്പോൾ
അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലുള്ള മാറ്റങ്ങൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കുകയും പിന്നീട് പിണറായി വിജയൻ വന്നപ്പോൾ പിണറായി വിജയൻ്റെയും പ്രവൃത്തികളുടെയും ഖജനാവിലേക്ക് ശതകോടികൾ എത്തിക്കാനുള്ള അവസരം ഇയാൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇനി അയാൾ എന്ത് ചെയ്തു? ഘടകകക്ഷി മന്ത്രിമാരുടെ പ്രവർത്തികളാണെങ്കിൽ അവർക്ക് പ്രവൃത്തിയുടെ മൂല്യത്തിൻ്റെ 5% മന്ത്രിക്ക് നൽകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ പണം കൈമാറിയപ്പോൾ ഏതാണ്ട് 1,000 കോടി രൂപയുടെ പ്രവൃത്തി ഏറ്റെടുക്കുന്ന സമയത്ത് ഏതാണ്ട് 200 കോടിയോളം രൂപ പിണറായി വിജയൻ്റെയും മക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് വിദേശത്തേക്ക് പോയി എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് 10,000 കോടി രൂപ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അതിനാവശ്യമുള്ള പ്രവൃത്തികൾ കൊടുത്താൽ അതിലേതാണ്ട് 200 കോടി രൂപയോളം പിണറായി വിജയൻ്റെയും പ്രവൃത്തികളുടെയും അക്കൗണ്ടിലേക്ക് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതൊക്കെ അടുത്ത സർക്കാർ വരുമ്പോൾ അന്വേഷിക്കണം. അപ്പോൾ ഈ പണത്തിൽ നിന്നുള്ള വിഹിതം ഉപയോഗിച്ചാണ് തിരുവനന്തപുരത്ത് 9 നില ഉള്ള AKG സെന്റർ പണിതത് എന്നും ആരോപണമുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏതാണ്ട് 135 കോടി രൂപ ചെലവഴിച്ചാണ് ഈ തിരുവനന്തപുരത്തെ AKG സെന്റർ പണിതത് എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? ചുരുക്കി പറഞ്ഞാൽ KM അബ്രഹാം പൊതുഖജനാവിൽ നിന്ന് പാർട്ടിക്കും പിണറായി വിജയനും ലഭ്യമാക്കി കൊടുത്ത ആയിരക്കണക്കിന് കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ CPMൻ്റെ മൂലധനം എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ CPMൻ്റെ സാമ്പത്തിക മൂലധനം CPMൻ്റെ ഖജനാവിലേക്ക് എത്തിച്ചു കൊടുത്ത അതിഭീകരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ KM അബ്രഹാം എന്ന് നമ്മൾ കാണേണ്ടി വരും. എന്നിട്ട് ഈ KM അബ്രഹാം അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു? തനിക്ക് അഹിതമായി പ്രവർത്തിക്കുന്ന IPS IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടികളെടുക്കാനുള്ള പല കുൽസിത ശ്രമങ്ങളും അയാൾ നടത്തി. യോഗേഷ് ഗുപ്തയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തി. B അശോകിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തി. N പ്രശാന്തിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ, ഇതെല്ലാം അയാൾ അവിടെ ഇരുന്ന് അയാൾ നടത്തിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? ഇനി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇയാൾ എന്താ ചെയ്തത്? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ ക്യാമ്പയിൻ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏതാണ്ടൊരു 200-250 കോടിയോളം രൂപ കിഫ്ബിയിൽ നിന്ന് ഇയാൾ ഏർപ്പാടാക്കി കൊടുത്തു. എല്ലാം കൂടെ ഒരു 10-200 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഇയാൾ പിണറായി വിജയന് പരസ്യ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കി കൊടുത്തു. നമ്മൾ ആലോചിച്ച് നോക്കണം, അത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി പിണറായി വിജയൻ്റെ ഖജനാവിലേക്ക് പണം പോകാനുള്ള ഏർപ്പാടുകൾ അയാൾ ഉണ്ടാക്കി കൊടുത്തു. കിഫ്ബിയിൽ നിന്ന് പിണറായി വിജയന് പരസ്യ ക്യാമ്പയിനുള്ള പണം അയാൾ ഏർപ്പാടാക്കി കൊടുത്തു. അപ്പം ഇതിലൂടെയൊക്കെ പിണറായി വിജയന് അടുത്ത തവണത്തെ ഭരണം പിടിക്കാനുള്ള സാമ്പത്തിക മൂലധനം സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന്, ഖജനാവിൽ നിന്ന്, കിഫ്ബിയിൽ നിന്നൊക്കെ ഒരു ഉളുപ്പും കൂടാതെ ഏർപ്പാടാക്കി കൊടുക്കാൻ കൂട്ടുനിന്ന ഒരു ഇടനിലക്കാരനായിട്ടുള്ള, കൂട്ടിക്കൊടുപ്പുകാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ KM അബ്രഹാം. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി ഞാനൊന്നും എൻ്റെ പ്രേക്ഷകരോട് പറയണം എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് വരുന്ന UDF സർക്കാർ എന്നേ ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം 2 ദിവസമായിട്ട് തീരുമാനമായിട്ടില്ല. അടുത്ത് വരുന്ന UDF സർക്കാർ ഈ കൂട്ടിക്കൊടുപ്പുകാരനെ തുറുങ്കിലടയ്ക്കാൻ, ഈ കൂട്ടിക്കൊടുപ്പുകാരൻ ചെലവഴിച്ച പണത്തിൽ നിന്ന് അവൻ്റെ ഖജനാവിൽ നിന്ന് ആ പണം തിരിച്ചു പിടിക്കാൻ ഉള്ള പണികൾ ചെയ്യുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. പിണറായി വിജയൻ്റെ കീശ വീർപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണി ചെയ്തത് ഈ അതിക്രൂരനായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥനാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ വരെ നിയന്ത്രിച്ചിരുന്ന, പിണറായി വിജയൻ്റെ ബുദ്ധികേന്ദ്രമായ, പിണറായി വിജയൻ്റെ തലച്ചോറായ, പിണറായി വിജയനേക്കാൾ മുകളിലുള്ളൊരു ഭരണഘടന അധികാര കേന്ദ്രമായ, പിണറായി വിജയൻ്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന, ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്ന, മറ്റ് മന്ത്രിമാരെക്കാളൊക്കെ ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഇയാളെ
പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കണം UDF സർക്കാരിൻ്റെ ഒന്നാമത്തെ ചുമതല എന്നാണ് എനിക്ക് UDF സർക്കാരിനോട് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ വാളിന് കീഴിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇയാളെ സംരക്ഷിക്കാനും കൂട്ടിക്കൊടുക്കാനുമുള്ളൊരു ഭരണമാണ് UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിഭീകരമായിട്ടുള്ള എതിർപ്പ്, അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പ് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ അടുത്ത UDF സർക്കാരിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.